നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകളുണ്ടല്ലോ, സ്ത്രീ പുരുഷ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട്, അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും, ഇപ്പോൾ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച നടക്കുന്നതെങ്കിലും അതിൽ കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രാകൃത മതമെന്നും 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ മതമെന്നും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, മുസ്ലിം സ്ത്രീയാണ് കേന്ദ്രമെങ്കിൽ, മുസ്ലിം സ്ത്രീയെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നതെങ്കിൽ ഇസ്ലാമിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിപ്പോൾ മുസ്ലിം സ്ത്രീയാണ് വിഷയമെങ്കിൽ തന്നെ വിവാദ കമ്പോളങ്ങളിൽ വലിയ മാർക്കറ്റാണ് ഈ ഒരു വിഷയത്തിന് പ്രത്യേകമായിട്ടുമുള്ളത്. ഇപ്പോൾ മെക്സവനുമായി ബന്ധപ്പെട്ട്, വ്യായാമവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചർച്ചകളിൽ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ആശയങ്ങൾ, അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വിവാദങ്ങൾ, അതുപോലെ ഇതര മുസ്ലിം മത നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വന്ന ആശയങ്ങളും അവരുടെ വാക്കുകളും, ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടകലരുന്നുണ്ട്, അത് ഒരിക്കലും അനുവദനീയമല്ല, അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതല്ല എന്നതിൽ നിന്ന് തുടങ്ങി തുല്യതയാണ്, സമത്വമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് മറ്റൊരു ഭാഗത്ത് നിന്നും പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിക ആശയങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് എന്നത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഒരു സൂക്ഷ്മതയുടെ പുറത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സൂക്ഷ്മത മനസ്സിൽ കൃത്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഹൃദയത്തിലേറ്റ് ഇറങ്ങിത്തിരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് നമ്മൾക്കതിനെ കുറച്ചുകൂടി കൃത്യത വരുത്താൻ എങ്ങനെയാണ് നമ്മൾക്ക് പറ്റുക? സ്ത്രീ പുരുഷ ഇടപഴകലുകൾ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു മുസ്ലിം പണ്ഡിതന്മാർ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ സ്ത്രീ പുരുഷ ഇടപഴകലുകൾക്ക് കൃത്യമായ അതിരുകളുണ്ട്. എവിടെയാണ് അല്ലെങ്കിൽ അവർക്ക് ഇടപഴകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കൃത്യമായ അതിരടയാളങ്ങളോടുകൂടി അവരുടേതായ മര്യാദകളോട് കൂടിയിട്ട് അവർക്കുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പം അതല്ലാത്തൊരു തരത്തിലുള്ള ഇടപഴകലുകൾ ഒരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇസ്ലാം മുസ്ലിം സംഘടനകളും ആ ഒരു ആശയത്തെ പിന്താങ്ങിയിട്ടുള്ളത്. അവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കൂടിക്കലരലുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശീലമല്ല എന്നുള്ളതാണ്. അതേസമയത്ത് പ്രവാചകൻ്റെ തുടക്കകാലത്തിന് തന്നെ നമുക്ക് കാണാൻ കഴിയും, സ്ത്രീ പുരുഷന്മാർ ഒരുപോലെ എല്ലാ രംഗങ്ങളിലും, യുദ്ധമുന്നണിയിലാവട്ടെ, അറിവിൻ്റെ സദസ്സുകളിലാവട്ടെ, പള്ളികളിലാവട്ടെ, വേറെ കൂടിയാലോചനകളിലാവട്ടെ, അവിടെയൊക്കെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവരെന്തുണ്ടായിരുന്നു, പ്രാതിനിധ്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഭവങ്ങളോടും കാണാൻ കഴിയുമെന്നുള്ളതാണ്. തോന്നുന്നത് നമ്മുടെ ചർച്ചകൾ കേരളത്തിൽ ഇത് ആദ്യമായിട്ടല്ല സ്ത്രീയെക്കുറിച്ച്, മുസ്ലിം സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ടല്ല ഹിജാബ് എന്നത് പൊതുസമൂഹത്തിലെ ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആവുന്നത്. മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നതും അവളുടെ വസ്ത്രധാരണം, ഹിജാബ്, പർദ്ദ എന്നുള്ളതൊക്കെ കാലങ്ങളായിട്ട് കുറച്ചും കൂടി, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടി വിലപിടിപ്പുള്ള, കുറച്ചും കൂടി വാർത്താ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റായിട്ട് കുറേ കാലങ്ങളായിട്ട് കേരളീയ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ തോന്നുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മെക്സവനുമായി ബന്ധപ്പെട്ട്, വ്യായാമവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നു കൊണ്ട് എന്ത് ചെയ്യരുത്, വ്യായാമം ചെയ്യരുത്, അതിന് അതിർവരമ്പുകൾ വേണമെന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സമുദായ സംഘടനകൾ ഒരുമിച്ച് ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവർ ഗ്യാപ്പ് വേണം എന്ന് പറഞ്ഞാൽ അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല. ഇതിവിടെ ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് പറയും, CPM-ൻ്റെ ഒക്കെ നിലപാടെന്ന് പറഞ്ഞാൽ ഇവിടെ ജെൻഡർ ഈക്വാലിറ്റിയാണ് വേണ്ടത്, ഞങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഡിസ്ക്രിമിനേഷനാണ്, ആണിനെയും പെണ്ണിനെയും വേർതിരിക്കലാണ്, പ്രത്യേകിച്ച് ഇത് സ്ത്രീക്കെതിരെ വർത്തമാനം പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പുരോഗമനപരമായിട്ട് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ അവിടെ നിൽക്കുന്നവരവരെ നിൽക്കും, സമൂഹം മുന്നോട്ട് പോകും. ഇത് യഥാർത്ഥത്തിൽ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറേ പരാമർശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
നിങ്ങൾക്ക് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല എന്നാണ് സാധാരണ ചോദിക്കുക. ബസ് കിട്ടിയിട്ടില്ല, 6-ാം നൂറ്റാണ്ടിന് ഇതുവരെ വന്നിട്ടില്ലേ? ഈ പുരോഗമനപരം എന്താണെന്നുള്ളതും അവിടെ ശരിക്കും നിർവചിക്കപ്പെടേണ്ടത്. അതാണ് പുരോഗമനപരം എന്ന് പറഞ്ഞാൽ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി. അവിടെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഡിസ്കഷൻ്റെ മുൻപിൽ വന്നൊരു സാധനമാണ് ജെൻഡർ ജസ്റ്റിസ് ആണ് വേണ്ടത്, എന്തല്ല ജെൻഡർ ഈക്വാലിറ്റി അല്ല വേണ്ടത്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇമോഷണലി, ഫിസിക്കലി, അനാറ്റമിക്കലി കൃത്യമായിട്ട് പെണ്ണ് ആണ് എന്നതിൻ്റെ സവിശേഷതയെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന നിയമങ്ങളുണ്ടാകും. ഇതിലിപ്പോൾ വേഷവിധാനത്തിലും കൃത്യമായിട്ട് ഒരു പങ്കുണ്ടല്ലോ. ഇപ്പോൾ ഒരു പത്രമാധ്യമ പ്രവർത്തക അവരുടെ ന്യൂസ് ചാനലിൽ പറയുന്ന ഒരു വിഷയം ഉണ്ടായി. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന കൃത്യമായിട്ട് പുരോഗമനപരമായി ഒരുപാട് മുന്നോട്ട് പോകുന്ന, നന്നായി പ്രസംഗിക്കുന്ന ഒരുപാട് മുസ്ലിം സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ പല മേഖലകളിൽ, സാമൂഹികമായും ഒക്കെ പല മേഖലകളിൽ ഇടപെടുന്ന മുസ്ലിം സ്ത്രീകളെ കാണാറുണ്ട്. പക്ഷെ അപ്പോഴും അവർ ധരിക്കുന്ന വേഷം, അവർ ധരിക്കുന്നത് പർദ്ദയാണ്. പർദ്ദ ധരിക്കുന്നതിലൂടെ അവർ പുരോഗമനപരമായി ചിന്തിക്കുന്നവരല്ല, പഴഞ്ചന്മാരായി മാറി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് അവർ വരുന്നത്. എങ്ങനെയാണ് ഒരു പർദ്ദ എന്ന് പറയുന്നത്? നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രം മാന്യമായി ഔറത്തൊക്കെ മറച്ചുകൊണ്ട് നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രത്തെ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ, ഈ ഒരു ആംഗിളിലേക്ക് അതിനെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതിയാണല്ലോ. എന്തുകൊണ്ടായിരിക്കും ആ ഒരു വിഷയം വരുന്നത് എന്നുള്ളത്. അത് തമാശയായിട്ട് തോന്നിയെന്താ വെച്ചാൽ, ഈ പുരോഗമനം എന്ന് പറയുമ്പോൾ പുരുഷന്റെ വസ്ത്രമാണെങ്കിൽ അത് എത്രത്തോളം കവർ ചെയ്യുന്നോ അതാണ് പുരോഗമനം, എക്സിക്യൂട്ടീവ് ലുക്കാണ്. പക്ഷെ അതേസമയം സ്ത്രീയുടെ വസ്ത്രം എത്രത്തോളം എക്സ്പോസ്ഡ് ആവുന്നോ അതാണ് പുരോഗമനമായി മാറുന്നത്. അത് മാത്രമല്ല, അവർക്ക് ഒരാൾക്ക് വസ്ത്രം ധരിക്കാതിരിക്കാനുള്ള എല്ലാ ഫ്രീഡവും വകവെച്ച് കൊടുക്കും. പക്ഷെ അതേ സമയത്ത് ഇഷ്ടമുള്ള ഈ പർദ്ദ എന്ന് പറയുന്ന കവർ ചെയ്യുന്ന, യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഒരു സ്ത്രീയുടെ പിക്ചർ കാണുമ്പം ഒരാൾക്ക് അവരുടെ വേഷത്തിൽ നിന്നാണ് അവരോട് റെസ്പെക്റ്റ് ആണോ തോന്നേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ തോന്നേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ട്, അപ്പം മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളതും അതും പുരോഗമനപരം അല്ലാന്നെങ്ങനെയാണ് നമ്മൾ പറയാൻ കഴിയുക? അതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് പണ്ടൊക്കെ നമുക്കറിയാം, യേശുദാസ് ജീൻസ് പാൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് ഒരു പരാമർശം നടത്തി. ജീൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പെണ്ണിന് യോജിക്കാത്തൊരു വസ്ത്രധാരണം മറ്റാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കണ്ടൻറ്റ്. പണ്ട് പലരും ഇത് പറയുമായിരുന്നു. പക്ഷേ ഈ അടുത്താണ് നമ്മൾ കേട്ടത് ഒരു വ്യവസായ പ്രമുഖനായ ഒരു മനുഷ്യൻ ഒരു സിനിമയിലെ ഒരു ആക്ട്രസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം. അപ്പോൾ അത് ശരിയാണ്, വസ്ത്രം എന്ന് പറയുന്നത് പെണ്ണിൻ്റെ വസ്ത്രത്തിന് ഒരു സ്വാധീനമുണ്ട്, പുരുഷനെ ആകർഷിപ്പിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് അവളുടെ വസ്ത്രധാരണം മാന്യമായിരിക്കണം എന്ന് പറയുന്നവരുടെ എണ്ണം ഇന്ന് തുലോം കുറവാണ്. കാരണം പലരും ഇന്ന് നിശബ്ദരാണ്. അങ്ങനെ ഇനി ആരെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ പഴഞ്ചനായ പ്രാകൃതനായ മനുഷ്യനായിട്ട് എന്ത് ചെയ്യും? മുദ്ര കുത്തും. ഇവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശ്രീദേവി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആണും പെണ്ണും തമ്മിലുള്ള ഇടപഴകൽ അതതിൻ്റെ അതിരും പരിധിയും വിട്ടത് തന്നെ ഇത്തരം സെക്ഷൽ ഹറാസ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. രണ്ടാമത് ഇവർ സൂചിപ്പിച്ചത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലെ ഈ മാന്യതയില്ലായ്മയും ഇത്തരം സെക്ഷൽ അബ്യൂസ്മെൻറ്റിന് കാരണമാകുന്നുണ്ട്. അതോടുകൂടി പലരും, നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്, പുരോഗമനവാദികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകളൊക്കെ ഇതെന്തിനാണ് ഈ സമയത്ത് പറയുന്നത് എന്നാണ് ചോദിച്ചത്. അഥവാ ഇത് നിങ്ങൾ പറയരുത്. സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇടപഴകലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ബൈനറിയെക്കുറിച്ചോ ഈ പറയുന്ന ഡ്രസ് കോഡിനെ കുറിച്ചോ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന ഹിജാബ് ഉണ്ടല്ലോ, അതിന് വലിയൊരു ഘടകമാണ് ശരിക്കും. ഇപ്പോൾ മലപ്പുറത്ത് വെച്ചിട്ട് ഒരു CPM നേതാവ് പറയുന്നുണ്ടല്ലോ, അതായത് ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ തട്ടം അയച്ചു വെക്കുന്നതാണ് അവൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ധരിക്കുന്ന ഹിജാബ് നമ്മളുടെ ഔറത്ത് മറക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾക്കൊരു സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് സംസാരിക്കാൻ പറ്റും, 4 ആളുടെ മുമ്പിൽ തലയുയർത്തി സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ ഹിജാബ് നൽകുന്ന വലിയൊരു ധൈര്യമാണ്. അത് നമുക്ക് നൽകുന്ന വലിയൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും. അത് ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീ, അവളുടെ ചുറ്റുപാടുകൾ എന്താണ്, അവളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അവൾ ഇടപെടുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് സമൂഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞു വെക്കാനുള്ളത്. അതുപോലെ നമ്മൾ ഇപ്പം CPM മുന്നോട്ട് വെക്കുന്ന ഒരു സമത്വവാദം ഉണ്ടല്ലോ, 1789 ഫ്രഞ്ച് വിപ്ലവത്തിലാണ് സമത്വം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ച്, അതുപോലെ 1945 സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കുന്ന
സമ്മേളനത്തോട് ജനീവ ചാർട്ടറിൽ UN ചാർട്ടറിൽ എന്ത് വരുന്നുണ്ട്, ഈ സ്ത്രീ പുരുഷ സമത്വം കൊണ്ട് ധാരാളം അതിനുശേഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ധാരാളം സമ്മേളനങ്ങളിൽ ഇത് പോയിൻ്റായിട്ട് വന്നിട്ടും അതിനുവേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടും ഇപ്പോഴും അവരുടെ ഉന്നത ബോഡികളിൽ എത്ര സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അങ്ങനെ ഉണ്ടല്ലോ, ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയാണ് അവർ ഇപ്പോൾ 1-2 പേരിൽ വൃന്ദാക്കാരട്ടിനെ പോലെ അങ്ങനെ ഉണ്ടാവും, 1-2 പേരെ കാണാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അതേ സമയത്ത് ഇസ്ലാമിൻ്റെ ചരിത്രം മറ്റൊന്നാണ്. ഇതിലൊരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ളത്, ലെനിന് പറഞ്ഞു വെക്കുന്നുണ്ട്, സമൂഹത്തിൽ സാമൂഹിക മാറ്റം, അതായത് സാമൂഹിക മാറ്റം നടക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ പകുതിയും സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ സാമൂഹികപരമായുള്ള മാറ്റങ്ങൾ ഉണ്ടായാലേ അത് സമൂഹത്തിന് മുതൽക്കൂട്ടാവുള്ളൂ. ഇത് പറഞ്ഞു വെച്ചതൊരു കോട്ട് ചെയ്തതൊരു CPM നേതാവ് അവരുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ച, അതായത് എന്താണ് ന്യൂസ് ചാനലിൽ പറഞ്ഞതാണ്. എന്നിട്ട് അവരോട് തിരിച്ച് ചോദിക്കുമ്പോൾ എന്നിട്ട് എന്താണ് ഇപ്പോഴെന്താണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട്, അവളിപ്പോഴും, അതായത് സ്ത്രീ ഇപ്പോഴും ഗാർഹിക ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടി വരികയാണ്, അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇവർ പറയുന്ന ഈ ലിബറൽ വാദികളെന്നോ അല്ലെങ്കിൽ CPM ആരാണെങ്കിലും അവർ പറയുന്ന ഈ സോക്കോൾഡ് വാദങ്ങൾ വരെ വൈരുദ്ധ്യപരമായിട്ട് മാറുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ ശരിക്കിപ്പോൾ അവരുടെ ഉന്നത ബോഡി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരാണ്? ഇപ്പോൾ 2022 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് കൃത്യമായിട്ട് പറയുന്ന സുഭാഷിണി അലിയും വൃന്ദാ കാരാട്ടുമാണ് ആകെയുള്ളതെങ്കിലും 17 അംഗങ്ങളുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആകെ 2 ആളുകളാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് അത് 8 ആളുകളായിരുന്ന സമയത്ത് 9 ആളുകളായിരുന്ന സമയത്ത് വൃന്ദാകാരായിട്ട് മാത്രമായിട്ടുണ്ടായിരുന്നു, സുഭാഷിണി അലി മാത്രമായിട്ടുണ്ടായിരുന്നു, കൂടിപ്പോയ 1-2 17ഉം 18ഉം അംഗങ്ങളുണ്ടായിരുന്ന സമയത്തോ 50 ആയിരുന്ന സമയത്തൊക്കെയും കാലങ്ങളായിട്ട് ഇതാണ് CPMൻ്റെ അവസ്ഥ. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഏകദേശം 18ഓളം അംഗങ്ങളും പിന്നെ കണ്ണൂരിൽ ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷുള്ള അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടമായ കണ്ണൂരിലെ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ 18 ആകെ എന്താണ് 18 ഏരിയ കമ്മിറ്റികളിൽ ഒരാൾ പോലും സ്ത്രീകളില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട് ഗൗരിയമ്മ മരിച്ച സമയത്ത് എല്ലാവരും കോട്ട് ചെയ്തൊരു സാധനം, ഗൗരിയമ്മയെ ആരാണ് തഴഞ്ഞത്? ഇത് കേരള രാഷ്ട്രീയത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആർക്കും അറിയാം എന്താണ് ഗൗരിയമ്മക്ക് സംഭവിച്ചത്, എന്തായിരുന്നു CPMന് ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട നിലപാട്. അപ്പോൾ പുരോഗമനം പറയുക, ഞങ്ങൾ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വർത്തമാനം പറയുന്നതെന്ന് പറയുക, അത്തരം യൂണിഫോമിന് വേണ്ടി സംസാരിക്കുക, അങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രലായ ഒരു ഹോസ്റ്റൽ സംവിധാനം, ബാത്റൂം സംവിധാനം, വായനശാല, ലൈബ്രറി, ക്ലാസ് റൂമുകൾ, സ്കൂളിൻ്റെ മുഴുവൻ അന്തരീക്ഷം, ഭാവി തലമുറയെ തന്നെ അങ്ങനെ വാർത്തെടുക്കണം എന്ന് പറയുന്ന ആളുകൾ കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്ന സ്ത്രീവിരുദ്ധമായ നിലപാട് ആരും എന്ത് ചെയ്യുന്നില്ല, എവിടെയും ചർച്ച ചെയ്യുന്നില്ല. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കാന്തപുരം ചോദിച്ചല്ലോ, അതായത് കണ്ണൂരിൽ എത്ര സ്ത്രീ സാന്നിധ്യം ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളിപ്പോഴും അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഫ്രഞ്ച് വിപ്ലവം മുതൽ 1889 മുതൽ ഇന്നിപ്പം 21-ാം നൂറ്റാണ്ടായിട്ടും എവിടെയാണ് അത് കാണുന്നില്ല. ഇത്ര വർഷങ്ങൾ എടുത്തിട്ടും ഈ ഒരു പുരോഗമനം ആ ഒരു കാര്യത്തിൽ കാണുന്നില്ല. ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മാറണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇസ്ലാം അതിൽ മാറി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ 1-ാമത്തെ ദിവസം മുതൽ തന്നെ അത് സ്ത്രീയെ പുരുഷനോടൊപ്പം കൈപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആകാരപരമായ സമത്വത്തിലേക്കല്ല, മനുഷ്യത്വപരമായ സമത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന രീതിയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു കാര്യത്തിലും എന്തില്ല, വിവേചനമില്ല. അതേ സമയത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ജൈവികമായ ഘടന വെച്ചുകൊണ്ട് ഓരോരുത്തരെയും എങ്ങനെയാണോ അവർക്ക് ചെയ്യാൻ പറ്റുക, സ്ത്രീയുടെ പ്രകൃതം എങ്ങനെയാണോ ദൈവം അവളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീയുടെ പ്രകൃതം എന്നുള്ളത്, അതിനനുസരിച്ച് ഡ്യൂട്ടികളാണുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഈ കുടുംബഘടനയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് സ്ത്രീ സമൂഹത്തിലേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങി തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങിയപ്പം അവിടെ ശരിക്കും ഒരു മാർക്കറ്റിന്റെ ഒരു എന്തുണ്ട് അവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചൂഷണം നടന്നിട്ടുണ്ട്. വലിയ ചൂഷണം ഡബിൾ ബേർഡൻ അനുഭവിക്കേണ്ടി വന്നു സ്ത്രീ. പലപ്പോഴും എന്ത് ചെയ്തു, അഥവാ സമൂഹത്തിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന, കുറച്ചും കൂടി വില കിട്ടുന്ന, ഏറ്റവും കൂടുതൽ പദവി കിട്ടുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ജോലിയുള്ള സ്ത്രീക്കാണ് എന്ന ഒരു നറേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി നിങ്ങളെന്താണ് എംപവേർഡ് ആണെങ്കിൽ നിങ്ങൾ ആരാണ്, സമൂഹത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു ആളാകും. അപ്പോൾ സ്ത്രീ അങ്ങനെ ആക്കുന്നതോടുകൂടി എന്ത് ചെയ്തു, അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാകുന്നതോടുകൂടി സ്ത്രീക്ക് ജോലി എന്ന് പറയുന്നത് നിർബന്ധ ബാധ്യതയായി തീർന്നു. ഇസ്ലാം അതിന് വളരെ മനോഹരമായിട്ട് ആദ്യകാലം മുതൽ, നമ്മളിനി എത്ര 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്, അത് നിങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ട അത് നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആവട്ടെ അല്ലാതാവട്ടെ, നിങ്ങൾക്ക് ജോലിയുണ്ടോ ഇല്ല, സാലറി കിട്ടുന്നുണ്ടോ ഇല്ല എന്നതൊന്നുമല്ല, മറിച്ച് ഒരു പെണ്ണിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ച പോലെ ജൈവികതയുമായി ബന്ധപ്പെട്ട് അവൾക്ക് ബേർഡൻ അല്ലാത്ത, പ്രത്യേകിച്ച് മാതൃത്വം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, മാതൃത്വത്തിന് ഏറ്റവും നെഗറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പുരോഗമനവാദികളടക്കം വൃന്ദാകാരട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഒഴിവാക്കിയാൽ മാത്രമേ പൊതുസമൂഹത്തിൽ നിങ്ങൾക്കുണ്ടുള്ളൂ വിലയുള്ളൂ എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ക്യാമ്പയിനല്ലേ കുടുംബം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിസം കൂടിയായിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ആ കുടുംബം തകർക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ സമത്വം കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീകളെ മേലെ കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്നത്, അവരെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എന്താവാണ്, സ്ത്രീയാണ് അവിടെ തകർക്കപ്പെടുന്നത്. ഒരു കുടുംബം തകരുന്നതോട് കുട്ടികളുടെ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഫാദർലെസ് അമേരിക്ക അല്ലേ, കുട്ടികളെ വളർത്തൽ ആരെ മാത്രം ഉത്തരവാദിത്തമായി മാറുകയാണ് ചെയ്തത്. സിംഗിൾ പാരന്റിംഗ് എന്ന് പറയുന്നതിൽ 98% സ്ത്രീകൾ മാത്രമാണ്. അവരുടെ ബാധ്യതയായി തീരുന്നു കുട്ടികളെ വളർത്തൽ. ഫിനാൻഷ്യലി അവർ അധ്വാനിക്കണം, അവർക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യണം. മുഴുവൻ അവിടെ ആര് രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ പുരുഷൻ രക്ഷപ്പെടുകയും വളരെ നൈസായിട്ട് ഊരിപ്പോരുകയും. ഇതൊക്കെയാണ് ശരിക്കും ഈ ഇടപഴകലുകളിൻ്റെ ഈ പറഞ്ഞ മതമേലധ്യക്ഷന്മാർ പറഞ്ഞു വരുന്ന ആ ഒരു പോയിന്റിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളടക്കം ഒരുപാട് എന്താ പറയുക, അവരെ പോലെ നമുക്കും ആയിക്കോട്ടെ ഒരു ഫ്രീ ആയിട്ടല്ലേ, ഇവർ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് തന്നെ ഏതർത്ഥത്തിലാണ് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അളവുകോൽ എന്താണ് നറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ മാതൃത്വം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെറ്റ്സിനെ സ്വീകരിക്കാം, ഒരു നായ്ക്കുട്ടീനോ പൂച്ചക്കുട്ടിയോ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ദത്തെടുക്കുക, സ്വയം എന്ത് ചെയ്യരുത് പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്നു പറഞ്ഞാൽ 5 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സാധനമാണ്. പക്ഷേ അപ്പോൾ ആരാണ് ഇവരെ നെഗറ്റീവായി കാണുന്നത്? സ്ത്രീത്വത്തെ, അവളുടെ ജൈവികപരമായ സവിശേഷതകളെ എന്ത് ചെയ്യുന്നു, നെഗറ്റീവായി കാണുകയും പുരുഷൻ എന്ന് പറയുന്നതാണ് ഉഷാറ്, അതുകൊണ്ട് നിങ്ങൾ പുരുഷനായി തീരുക ടോട്ടലി എന്ന് പറയുന്നതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പം ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോഴും അന്ന് ഉയർന്നു വന്ന വാദം ഏതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികളോട് ഇടാൻ പറയുന്നത്? പെൺകുട്ടിയുടെ വേഷം നിങ്ങൾ ഒരിക്കലും ആൺകുട്ടികളോട് നിർബന്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ, സമൂഹത്തിൽ പദവി ആർക്കാണ്, വിലയുള്ളത് ആർക്കാണെന്ന് വെച്ചാൽ പുരുഷനാണ്. നിങ്ങൾ അവരെയാണ് എന്ത് ചെയ്യേണ്ടത്, അനുകരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചൂഷണം എന്ത് ചെയ്യുന്നില്ല ആർക്കും മനസ്സിലാവും. ഇവിടെ ഈ ഒരു രീതിയിലാണ് ചിന്തിക്കണതെങ്കിൽ ഇപ്പം ജപ്പാനൊക്കെ നമ്മൾ വാർത്താമാധ്യമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെ പോപ്പുലേഷന്റെ ഒരു പ്രശ്നം വന്നപ്പം അവർക്ക് 3 ഡേ ഹോളിഡേ ആയിട്ട് കൊടുക്കുകയാണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാന്. കാരണം ആ രാജ്യങ്ങളിലൊക്കെ ഏതൊരു നിലപാടായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്, അവരൊക്കെ അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, പ്രസവിക്കുന്നവർക്ക് 81,000 രൂപ കൊടുക്കുക എന്നുള്ളത്. ആ രീതിയിലുള്ള വാർത്തകളൊക്കെയും സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതെ അതെ. ഈവൻ സെക്ഷൽ വർക്കറിന് പോലും ആരോഗ്യ ഇൻഷുറൻസും പ്രത്യേക പ്രസവാവധിയും നൽകിക്കൊണ്ടുള്ള ബെൽജിയത്തിലോ അങ്ങാണ്ടാണ് ഈ അടുത്തൊരു പത്രവാർത്ത കണ്ടത്. അവിടെയൊക്കെ പ്രസക്തമാവുന്നത് ഇസ്ലാമാണ്. യഥാർത്ഥത്തിൽ 6-ാം നൂറ്റാണ്ടുണ്ടായതാണെങ്കിൽ ഇന്നും അത് കാലത്തിനോടൊത്തു പോകുന്ന, കാലത്തോട് സംവദിക്കുന്ന ശരിക്കും നമ്മൾ ഇടപഴകലുകളും ചർച്ചകളും ഒക്കെ നമ്മൾ നടക്കുമ്പോൾ അന്ന് പ്രവാചകൻ്റെ കാലത്ത് അബൂ താലിബിൻ്റെ മകളായ ഉമ്മുഹാനി, അവരുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരായ 2 പേര് മക്ക വിജയ സമയത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കുമ്പം അത് ഇഷ്ടപ്പെടാത്ത ഇവരുടെ ബ്രദർ ആങ്ങള അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇവരോട് ദ്വന്ദ്വയുദ്ധം നടത്തുന്നുണ്ട്. ഈ അലി റളിയല്ലാഹു ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ടാണ് പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്നത്, ഇവരെ 2 മോചിപ്പിക്കുന്നത്. ആരാണ്? 6-ാം നൂറ്റാണ്ടിൽ ഒരു വനിതയാണ് അത് നടത്തുന്നത്. അതായത് അങ്ങനെ ഉണ്ടല്ലോ, അത്രയ്ക്ക് സ്പേസ് കൊടുത്തിട്ടുള്ള. നമുക്ക് അന്നത്തെ കാലത്ത് കച്ചവടത്തിൽ പ്രമുഖ കച്ചവട വനിതയായിരുന്നു ആര്? ഖദീജ ബീവി എന്ന് പറയുന്നത്, ഖദീജ ബിൻ ഖുവൈൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ കച്ചവടത്തിലൊരു സാമൂഹ്യപരമായിട്ട് നിൽക്കുന്ന സ്ത്രീകളോടൊപ്പം തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന നല്ലൊരു കുടുംബിനിയായിരുന്നു. 2 പേരെയും ഒരുപോലെ എന്തുണ്ട് ഇസ്ലാം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജോലിക്ക് മാത്രമല്ല അവർ പ്രാമുഖ്യം, കുടുംബം എന്ന് പറയുന്നതും ഒരേപോലെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കൃത്യമായ മാർഗരേഖ വരയ്ക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പം നമ്മൾക്കിപ്പം ഷിഫ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള
ഞാനൊക്കെ ഇത്രയും കാലം അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഗതി എന്താണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാർക്കറ്റ്, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ചൂതാട്ടമോ കാര്യങ്ങളോ നടത്തിപ്പുകാരിയായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഷിഫ റളിയല്ലാഹു അൻഹ റസൂലിന്റെ പ്രിയതമയായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ടീച്ചറായിരുന്നു. അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്ത്രീ വിഷയങ്ങൾ, അതായത് സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗവേഷകയായിട്ട് റസൂൽ കൊടുത്തൊരു പദവി ഉണ്ടായിരുന്നു ഷിഫ റളിയല്ലാഹു അൻഹയ്ക്ക്. ഇതൊക്കെ ഭയങ്കര നമ്മൾ അറിയേണ്ട, ചരിത്രത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് അതാണല്ലോ നമ്മുടെ ചർച്ചയുടെ മർമ്മം. അപ്പോൾ അതിൽ ഈ ഇടകലരൽ മിക്സിങ് ഇസ്ലാമിലില്ല, ഇടപഴകലുണ്ട്. പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണിൻ്റെ സ്ത്രീ ശരീരത്തെ എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് സ്ത്രീ ശരീരത്തെ ഫോക്കസ് ചെയ്തിട്ട് അവളെക്കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക, സെക്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുക. ശരിക്കും സമൂഹം അതാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് പിന്നെ അവൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് നോട്ടത്തിലൂടെ, കമൻറ്റുകളിലൂടെ. പിന്നെ പുറമേക്ക് നല്ല വർത്തമാനം പറഞ്ഞാൽ രഹസ്യമായിട്ട് അവർ പുരുഷന്മാർ മാത്രം കൂടിയിരിക്കുന്ന സമയത്ത് ഈ പെണ്ണിനെ കുറിച്ച് എന്ത് പറയുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുറമേ സ്ത്രീ ശാക്തീകരണം പറയുന്നവരും വീടകങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകളെ അക്കമഡേറ്റ് ചെയ്യുന്നത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ത്രീയുടെ ശരീരത്തിനെ അല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ 30-ാമത്തെ ആയത്തിൽ 30, 31 നമ്മൾ പഠിച്ചു നോക്കിയാൽ ആദ്യം പുരുഷനോടാണ് പറയുന്നത്, നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യുക, യഅ്ളൂമിൻ അബ്സാരിഹിം, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക, എന്നിട്ട് നിങ്ങൾ യഹ്ഫളു ഫുറൂജഹും, ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക. പിന്നീട് സ്ത്രീയോട്, രണ്ടാമതാണ് സ്ത്രീയോട് പറയുന്നത്, യഅ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക. പക്ഷേ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട് അവിടെ. അതെന്താണെന്ന് വെച്ചാൽ വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാമാ ലഹറ മിൻഹ, നിങ്ങളുടെ വ്യക്തമായ ശരീരഭാഗങ്ങളല്ലാതെ, പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ശരീരഭാഗങ്ങളല്ലാതെ നിങ്ങൾ ബാക്കിയൊന്നും എന്ത് ചെയ്യരുത്, പ്രദർശന വസ്തുവാക്കി കാണിക്കരുത് എന്ന് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ടത് പറഞ്ഞു? ഇവിടെയാണ് CPM-ൻ്റെ അല്ലെങ്കിൽ പുരോഗമനവാദികൾ എന്ന് നമ്മൾ പറയുന്ന ലിബറൽ വാദികളും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ പിന്നെ ഇസ്ലാമും തമ്മിൽ എപ്പോഴാണ് കണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ വെച്ചാണ്. അഥവാ സ്ത്രീയെ സൃഷ്ടിച്ച റബ്ബിന് കൃത്യമായിട്ടറിയാം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികാകർഷണതയെക്കുറിച്ച്. ഈ ഫാക്റ്റിന് യഥാർത്ഥത്തിൽ CPM-ഉം പുരോഗമനവാദികളൊന്നും അംഗീകരിക്കുന്നില്ലേ? അതെ അതെ അതെ. ഈ ജൈവശാസ്ത്രപരമായ സയൻസ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവർ അംഗീകരിക്കുന്നില്ലേ? അപ്പോൾ ഇതിനെയാണ് സമുദായ സംഘടനകളും ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നത്, ഇതാണ് ആണും പെണ്ണും തമ്മിൽ ലൈംഗികാകർഷണം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ നോക്കരുത് എന്നതല്ല, നോക്കുമ്പോൾ മാന്യത പുലർത്തണം, സൂക്ഷ്മത പുലർത്തണം. വലാ തഖ്ലഅന ബിൽ ഖൗല്, സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ഇതേ വിശുദ്ധ ഖുർആൻ പറയുന്നത് വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായിട്ട് വ്യക്തതയോടുകൂടി നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ വർത്താനം പറയരുത്, നോക്കരുത് എന്നതല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അത് നമ്മളുടെ ആത്മാഭിമാനത്തെ, അന്തസ്സിനെ, നമ്മൾക്ക് നിർഭയത്വം നൽകുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾ ശരീരത്തിലേക്ക് നിരന്തരമായി ഫോക്കസ് ചെയ്തിട്ട് കുറേ ആളുകൾ വർത്തമാനം പറയുമ്പോഴേ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ, വ്യക്തിത്വത്തെ, വർത്തമാനത്തെ, ധിഷണയെ, കാഴ്ചപ്പാടിനെ, അറിവിനെ, വായനയെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം നമ്മളുടെ വ്യക്തിത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പൊതുസമൂഹം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഹിജാബിലേക്ക്, പർദ്ദയിലേക്ക്, ആണോട് മുണ്ടിക്കൂടാ, പെണ്ണിനോട് മുണ്ടിക്കൂടാ, അയ്യോ കഷ്ടം എന്ന മട്ടിലേക്ക്. റസൂല് കണ്ട ഒരു ലോകക്രമത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം വരാനുണ്ടല്ലോ, അതായത് സന മുതൽ ഹളറാമത്ത് വരെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ഇതൊക്കെ ശരിക്കും നടക്കാനിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രവാചകന്റെ മനോഹരമായ സ്വപ്നമാണത്, നിർഭയത്വമുള്ള ഒരു മുസ്ലിം എന്ന് പറയുന്നത് തന്നെ ശരിക്കും അവരുടെ വ്യക്തിത്വത്തിൽ നമ്മളിപ്പോൾ ഇന്ന് കേൾക്കുന്നത് പോലെ ആരാധനപരം, സാമൂഹികപരം എന്നുള്ള രണ്ട് വേർതിരിവില്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഇന്ന് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഒരു കോഡ് ഓഫ് ലൈഫാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ മരണം വരെ ജീവിക്കാനുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ഈ ചിട്ടകളും വട്ടങ്ങളും ഹിജാബും സംസാര മര്യാദകളും കൂടിക്കലരുകൾ അല്ലെങ്കിൽ ഇടപഴകലുകൾ എന്തൊക്കെയാണ്, എവിടെയാണെന്നുള്ളത് കൃത്യപ്പെടുന്നത്. അപ്പം ആ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ മരണശേഷം അവർ വിശ്വസിക്കുന്ന സ്വർഗം എന്ന് പറയുന്നതിലേക്ക് എത്താനും വേണ്ടിയുള്ള കുറേ ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് മതമേലധ്യക്ഷന്മാർ എന്ത് ചെയ്യുന്നത്, കൃത്യപ്പെടുത്തി കൊടുക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് എന്ത് വരേണ്ടതില്ല, മറ്റു മതസ്ഥർക്ക് അതിലൊരു അസ്വസ്ഥത വരേണ്ടതില്ല. തീർച്ചയായിട്ടും അതിനകത്ത് ആ ഒരു
വട്ടത്തിലിരുന്ന് അവരേത് ഭാഗം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ഇടപഴകലുകളിൽ എത്രത്തോളം സൂക്ഷ്മതയാവാം എന്ന് കരുതി ഒരു ഭാഗത്തും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അതേസമയത്ത് സൂക്ഷ്മത പാലിക്കേണ്ട ഭാഗങ്ങളിൽ കൃത്യമായിട്ട് നമുക്കൊരു ഹദീസിൽ കാണാൻ കഴിയും, കൂടിക്കലർന്നുകൊണ്ട് എല്ലാവരും കൂടി മിക്സപ്പ് ആയിക്കൊണ്ട് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് സ്ത്രീകളോട് നിങ്ങൾ എന്ത് ചെയ്യുക, വഴിയുടെ ഓരം ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലും എന്തില്ല, ഇസ്ലാം അതിനെ ചെയ്യുന്നേ ഇല്ല. പക്ഷെ ഇത് പറയുമ്പോഴോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അഥവാ ഒരു പെണ്ണ് കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള ഒരു കുർത്ത ധരിക്കുന്നത് വിചാരിക്കാം, ഫുൾ സ്ലീവാണ്, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്ത ധരിക്കുന്നു, എന്നിട്ട് തലയിൽ ഒരു ടർബൻ പോലെയുള്ള കുറച്ചും കൂടി ഫാഷനബിൾ ആണല്ലോ ആ സാധനവും കെട്ടിയാൽ നമ്മളതിനെ ഭയങ്കരമായ പുരോഗമനം എന്ന് പറയും. എന്നാൽ അതേ സമയത്ത് ഈ ടർബന് കുറച്ച് വീതി കൂടി എന്ന് വിചാരിക്കാം, അതിന് ഒരു പിന്നു കൂടി നമ്മൾ കുത്തി അതിന് കുറച്ച് വീതി കൂടി, കുർത്തക്ക് ഇത്തിരി കൂടി എന്ത് ചെയ്തു നീളം കൂടിയെങ്കിൽ അതെന്തായി, അത് അങ്ങേയറ്റത്തെ പഴഞ്ചനായ പുരുഷാധിപത്യത്തിൻ്റെ അടയാളമായ മതപൗരോഹിത്യത്തിൻ്റെ അടിച്ചമർത്തലായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എപ്പോഴാണ് ഇതിൻ്റെ നീളവും ഇഞ്ചും നോക്കിയിട്ട് പുരോഗമനം, പഴഞ്ചൻ എന്ന് പറയുന്നത് ആരാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇങ്ങനെ പറയുന്ന ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുണ്ടാവുക റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ ധാരാളമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഭയങ്കര സെക്യുലർ ആയ ആളുകൾ ഇവരെത്രമാത്രം അസഹിഷ്ണുതയോടുകൂടിയാണ് പർദ്ദയും ഹിജാബിനെയും അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് പർദ്ദ എന്ന് പറഞ്ഞിട്ട്. തല മൂടിയിട്ടുണ്ട്, കൈയില്ല, കാലില്ല, വലക്കണ്ണികൾക്കുള്ളിൽ കണ്ണുകളുണ്ട്, കാണാനുള്ളതല്ല, മതദേഹമല്ലിത് മൃതദേഹം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മയ്യത്തിനോട് പറഞ്ഞാൽ ഒരു മൃതദേഹത്തോട് അവളെ എന്ത് ചെയ്യാണ്, താരതമ്യം ചെയ്യാണ്. അത് വേഷം കൊണ്ട് മാത്രം അത് അവളുടെ ചോയ്സാണ്, അവളുടെ റൈറ്റാണ്, അവളുടെ തെരഞ്ഞെടുപ്പാണ്, അത് അവൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതൊന്നും എന്തല്ല, അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പരാമർശം കൂടിയാണിത്. ആരും എവിടെയും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. ഇതിപ്പോൾ നടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയത്തിൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യമാണ്. മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ഈ രീതിയിലുള്ള അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ബൗണ്ടറി ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ സിബഹത്തുള്ള എന്ന് പറയുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ വർണ്ണം, അള്ളാഹുവിൻ്റെ ആ വർണ്ണത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഹുദൂദുള്ള അവൻ വെച്ച ബൗണ്ടറി, ആ ബൗണ്ടറിയെയും കൂടി നമ്മൾ മനസ്സിലാക്കി അതിനെയും കൂടി ഇഷ്ടപ്പെട്ട് നമുക്കൊരു വിഷയം നമ്മളുടെ മുന്നിൽ വന്നാൽ എന്താണ് അള്ളാഹു അവിടെ വെച്ച ഹുദൂദ്, എന്താണ് അള്ളാഹു വെച്ച ഒരു ബൗണ്ടറി, എന്താണ് അതിനെ നമ്മൾക്ക് പ്രണയിക്കാൻ പറ്റിയാൽ, അതിനെ നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് ആകുലതകൾ നമ്മൾക്ക് മറികടക്കാൻ പറ്റും. നമ്മൾക്ക് ഉണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ അല്ലേ, ആ സംഗതികളൊക്കെ നമ്മൾക്ക് ഇതല്ല ശരിയെന്ന് നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഈ ബൗണ്ടറികൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മതത്തിൽ മാത്രമല്ലല്ലോ, ഏതൊരു കാര്യത്തിലെടുത്താലും ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഉദാഹരണമാണ് ഫുട്ബോൾ കളി അല്ലേ, അതേപോലെ ഏത് കാര്യത്തിനും ബൗണ്ടറി. പക്ഷെ മതം കൊടുക്കുന്ന ബൗണ്ടറി വരുമ്പോൾ മാത്രമാണ് ആ ബൗണ്ടറിക്ക് എന്ത് വരേണ്ടത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലാത്ത ഇത് എന്തല്ല, അതൊരു ചർച്ചയാവുന്നില്ല. അതെവിടെയാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പം മാത്രം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പം അതിനെ ഏറ്റെടുക്കാനും ആഘോഷിക്കാനുമായിട്ട് കുറേ മീഡിയകളിൽ പോവുക എന്ന് പറയും. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പഠിച്ചിട്ടാവലാണ് കുറച്ചും കൂടി അതിൻ്റെ നന്നാവുക എന്നുള്ളതാണ്. ഇത് ഒരു ഇസ്ലാമിക് ഫോബിക്കായ ഒരു അന്തരീക്ഷത്തിൻ്റെ കൂടി വിത്താണിത്. കാരണം മലപ്പുറത്ത് ആന ചെരിഞ്ഞാൽ അത് വേഗം എന്ത് ചെയ്യും, ഒരു മതമൗലികവാദികളുടെ ഒരു മത തീവ്രവാദത്തിൻ്റെ ഒരു ഡിബേറ്റ് ആകും. അല്ലെങ്കിൽ പിന്നെ കാറിൻ്റെ ഡിക്കിയിൽ ഒരു നായ മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇവർ മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്ന പോലെ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു വ്യവസായി അല്ലെങ്കിൽ അവർ മലപ്പുറത്തുകാരൻ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ വേറെ ഏതൊരു ജില്ലയും നമ്മൾ എന്തെങ്കിലും പത്രമാധ്യമങ്ങളിൽ ഹെഡിങ് ആയി കാണില്ല എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവൾ വല്ല വർത്തമാനം അല്ലെങ്കിൽ അവളുടെ ഇടപഴകൽ, അവളുടെ വസ്ത്രധാരണം, ഈവൻ വിവാഹപ്രായം, ഇതൊക്കെയും എന്താണ് എന്നും അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഞങ്ങളാണ് മുസ്ലിം പെൺകുട്ടികളുടെ തട്ടമഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവനിഷേധികളായ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല. പക്ഷേ ദൈവവിശ്വാസത്തെ മുൻനിർത്തി മുൻപോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അനന്തരാവകാശം, വിവാഹം, ആൺപെൺ ഇടപഴകലുകൾ, ഇതൊക്കെയും എന്താണ്
നേരത്തെ പറഞ്ഞ പോലെ റബ്ബിൻ്റെ അതിരും അടയാളങ്ങളെക്കുറിച്ചും പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തു മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ചെറിയ മോനുണ്ട് എന്ന് വിചാരിക്കുക, ഒരു 2 വയസ്സുകാരൻ. റോഡിൻ്റെ സൈഡിലാണ് വീട് എന്ന് വിചാരിക്കുക. അപ്പം ഇക്കാക്ക എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഗേറ്റ് തുറന്നിടാൻ കാത്തിരിക്കും ഈ കുട്ടി, കാരണം റോഡിലേക്ക് പോകാൻ, കാരണം ആ വിശാലമായ ലോകത്തേക്ക് പോകാൻ. അപ്പോൾ സ്വാഭാവികമായി വീട്ടിൽ മുതിർന്ന ആളുകൾ, ഒരു +2 ഉണ്ടോ എന്ന് വിചാരിക്കുക, സ്വാഭാവികമായി ഈ കുട്ടി എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പറയുകയാണെന്ത്, ഇതവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കൈകടത്തലാണ്, ഇതവൻ്റെ അവകാശ നിഷേധമാണ്, ഇതവൻ്റെ അങ്ങനെ ഉണ്ടല്ലോ, ഭയങ്കരമായി നമ്മൾ അവനായിട്ട് വിട്ടുകൂടെ, സ്വതന്ത്രനാക്കിക്കൂടെ എന്നൊക്കെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മൂത്ത കുട്ടിക്കറിയാം അങ്ങോട്ട് പോയാൽ അപകടമാണ്, കുട്ടിയുടെ മരണത്തിന് പോലും കാരണമാവും. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇസ്ലാമും പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് ബൈനറികളെക്കുറിച്ച് റബ്ബ് സംസാരിക്കുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ ഒരു ഹിക്മത്തുണ്ട്. ഇതിനെന്ത് ചെയ്യണം, സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണമെന്നത് കൃത്യമായിട്ട് ഹുരിമത്താലേക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അഖ്വാത്തുക്കും എന്ന് പറയുന്ന സൂറത്ത് നിസായിലെ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ആ കാറ്റഗറീനെ കൃത്യമായിട്ട് റബ്ബ് പറഞ്ഞതെന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ബിൽക്കീസ് രാജ്ഞിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരിയായ ബിൽക്കീസ് രാജ്ഞിയെക്കുറിച്ച്. എങ്ങനെയാണ് ആ ബിൽക്കീസ് രാജ്ഞി ഏറ്റവും അള്ളാഹു പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്വന്തം സമൂഹത്തോട് ഏറ്റവും നല്ല തീരുമാനമെടുത്ത ആളെന്നാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം സ്ത്രീകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തന്നെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തല്ല, അത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾ പൊതുസമൂഹത്തിലെ വലിയൊരു സംഭവം അങ്ങനെ മാത്രമല്ല, കുടുംബം എന്നതും മാതൃത്വം എന്നതും വിജ്ഞാനം കരസ്ഥമാക്കുക എന്നതൊക്കെയും ഇതിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, ഖത്തറിൽ നടന്ന ഒരു ജദൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് 4 മുസ്ലിം പെൺകുട്ടികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മീഡിയ വണ്ണിൽ ആണ് ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ എത്ര ഭീകരമാണ് എന്നുള്ളതാണ്. അതിൻ്റെ താഴെ വന്ന ഓരോ സംഗതി നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണ് അതായത് മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസം നേടുന്നില്ല, അല്ലെങ്കിൽ ആ സംഗതികളൊക്കെയും പൊളിച്ചടക്കിക്കൊണ്ട് ഖത്തർ പോലെയുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീയുടെ റോളിനെ കുറിച്ച്, റെപ്രസെൻറ്റേഷനെ കുറിച്ച്, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പിന്നെയും ഇവർ പറയുന്നത് എന്താണ് എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണത് എന്നുള്ളതാണ്. ഹൈലി ക്വാളിഫൈഡ് ആണ് 4 പേരും. അത്രയും സമൂഹത്തിൽ ഉന്നതരായ 4 മുസ്ലിം നാമധാരികളായതുകൊണ്ടാണ് ആ ഹെയ്റ്റ് പൊളിറ്റിക്സ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ ചർച്ചകളുടെ ബാക്കിലും ആ ഒരു ഇസ്ലാമോഫോബിക് എന്നത് വളരെ കൃത്യമായി എന്തോ ഒരു കണ്ണുകടിയാ അല്ലേ, എന്താണ് അതിനെ പരാമർശിക്കാന്ന് പറയുക. പക്ഷെ എന്തോ മുസ്ലിം പെണ്ണിനെ പൊതുമധ്യമത്തിൽ കണ്ടാല്, പൊതുസമൂഹത്തിൽ കണ്ടാല് അതെന്തോ വലിയ പ്രശ്നമാണ് ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം 2021 പഠന സഹായി കുടുംബശ്രീ പുറത്തിറക്കിയ ആരോഗ്യകരമായ ബന്ധങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു പൊതുസമൂഹത്തിൽ ധാരാളമായി ഡിബേറ്റ് നടന്നത്. സ്കൂളുകളിൽ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് സവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട്, ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരു ബൈനറികൾ ആവശ്യമില്ല. സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നതോ ഒരുമിച്ചിരിക്കുന്നതോ അവർ കൺസെൻറ്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ പോലും പ്രശ്നമല്ല. ആർത്തവത്തെക്കുറിച്ച് പറയുക, ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുക, ഇതൊക്കെ നിങ്ങളുടെ വിഷയങ്ങളിൽ നോർമലായി സംഭവിക്കണം എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു അത്. അത് സമൂഹത്തിൽ ചർച്ച ചെയ്തു, അത് ഡിബേറ്റ് ചെയ്തപ്പോഴാണ് അത്തരം ഒരു സ്റ്റെപ്പിൽ നിന്നും എന്ത് ചെയ്ത് CPIM പോലെയുള്ള പാർട്ടി പിറകോട്ടടിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാ ടൂളുകളും ഉപയോഗിച്ച് ഇത്തരം ആശയങ്ങൾ പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുക. ഇതിൽ വലിയൊരു എതിർപക്ഷത്ത് നിൽക്കുന്നതാണ് പലപ്പോഴും ഇസ്ലാം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീ. അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഇനിയും എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇതിൻ്റെ പൊളിറ്റിക്സ്, തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്, അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ യുക്തി, ഫാക്റ്റ്, അതിൻ്റെ വൈരുദ്ധ്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്തരം ഡിബേറ്റുകൾ അത്തരത്തിൽ തന്നെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്.